അസ്സലാമു അലൈക്കും. ഇവിടെ നിന്നാ പോരെ? നമ്മൾ ഈ എല്ലാ പരിപാടികളിലും നമ്മൾ കാര്യമായിട്ട് പ്രസംഗമാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ ഇപ്പോൾ ആരോട് പ്രസംഗിക്കാൻ എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. കാര്യം വേദിയിലുള്ള ഒരു ലീഡേഴ്സാണ്, നിങ്ങളും ലീഡേഴ്സാണ്. വി ഹാവ് നോ എനി ന്യൂ പോയിന്റ് ടു കൺവിൻസ് യു. നമുക്കൊരു പുതിയ എന്തെങ്കിലും സാധനം വേണ്ട നിങ്ങൾക്ക് തരാൻ. നമ്മളൊക്കെ ഒരു ഈക്വൽ സ്റ്റാറ്റസിലാണ്. ജസ്റ്റ് ഒരു ഡെസിഗ്നേഷൻ മാറുന്നേ ഉള്ളൂ. ഇവിടെ പ്രിയപ്പെട്ട പാറക്കൽ, നമ്മുടെ പ്രിയ നേതാവ്, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയുടെ വലിയൊരു ലീഡേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാ ഫോർമാലിറ്റീസും കട്ട് ചെയ്ത് ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇറ്റ് ഈസ് എ സിംബോളിക് മെസ്സേജ് ടു യു. ഒരു വാർഡ് മെമ്പർ എന്താ ചെയ്യേണ്ടത്? ഒന്നാ പുതിയാപ്പള കുപ്പായത്തിനൊക്കെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. യു ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട്. And people don't like you supposed to be there as a leader. നമ്മൾ ലീഡറുടെ കുപ്പായിട്ട് നിൽക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമില്ല. ആൾക്കാരെ വിളിച്ചോട്ടെ, പക്ഷെ നമ്മൾ വിളിക്കാൻ വേണ്ടി റീൽസ് രാജകുമാരനായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വാർഡ് മെമ്പറുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നോ സോഷ്യൽ മീഡിയ, നോ വാട്സാപ്പ്, നോ പോസ്റ്റേഴ്സ്, നോ ഫ്ലക്സ് ബോർഡ്. ദ മോസ്റ്റ് പവർഫുൾ മാർക്കറ്റിംഗ് ടൂൾ for a product, for a leader is one, that is M2M. M2M. What is M2M? Mouth to mouth. ഞങ്ങളുടെ വാർഡ് മെമ്പർ സൂപ്പറാണ് എന്ന് നിങ്ങളുടെ വാർഡിലെ അബോക്കരാക്ക പറയണം, നഫീസാത്ത പറയണം. ബൂസ്റ്റ് ചെയ്തിട്ട് 100 ലൈക്ക് അടിക്കുന്നതിനേക്കാൾ ദ മോസ്റ്റ് പവർഫുൾ മാർക്കറ്റിംഗ് ടൂൾ ഈസ് മൗത്ത് ടു മൗത്ത്. 263. This is the magical number for the Kasaragod district. I am so proud, I am so happy. എന്നെ ക്ഷണിച്ചത് ഇവിടെ അഷ്റഫ് എടനീർ എവിടെ പോയോ? ഇസ് ദെയർ. എന്നെ ക്ഷണിച്ചു. ഞാൻ ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിലെ ഈ 263 ആളുകൾക്ക്, ലീഡേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെഷനിൽ എന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ദിസ് ഈസ് എ അവാർഡ് ഫോർ മീ. പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ അഭിമാനം. ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം ഒരിക്കലും ML ആവരുത്, MP ആവരുത്, മന്ത്രി ആവരുത്, വാർഡ് മെമ്പർ ആവരുത്. ദർ ഷുഡ് ബി എ പർപ്പസ്. നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ഒരു ടൂള് മാത്രമാണത്. എന്തിനാ ML ആയത്? ML ആവാനോ? എന്തിനാ വാർഡ് മെമ്പർ ആയത്? വാർഡ് മെമ്പർ ആവാന്? നോ, ഓൺലി വൺ ആൻസർ വി ഹാവ്. വാട്ട് ഇസ് ഇറ്റ്? സർവിങ് പീപ്പിൾ. എൻ്റെ ചുറ്റുവട്ടത്തെ മനുഷ്യന്മാരെ എനിക്ക് സഹായിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം. ഇബാദത്ത് സെ ജന്നത്ത് മിൽതാ ഹേ, ഖിദ്മത്ത് സെ ഹുദാ മിൽതാ ഹേ. നിങ്ങളുടെ പരിസരത്തെ പള്ളിയിൽ ഇത്തികാഫിരുന്ന് ദിക്ർ ചെല്ലുന്നതിനേക്കാൾ എത്രയോ പവർഫുള്ളാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത പ്രായമുള്ള ഒരാൾക്ക് ഒരു വിധവാ പെൻഷൻ്റെ ഫോറം പൂരിപ്പിച്ചു കൊടുത്ത് ആ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഖിദ്മത്ത് സെ ഹുദാ മിൽതാ ഹേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എനിക്കൊന്ന് കാണണം. കലീമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ കൊളീഗ് ഓഫ് അള്ളാഹ്, ദ മോസ്റ്റ് എമിനൻ്റ് പൊസിഷൻ. ഒരു മനുഷ്യന് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് കലീമുല്ലാഹ്. മൂസാ നബി പറഞ്ഞു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. പടച്ചോനെ കാണുക, ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പണി? ഞാൻ ഒറ്റ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാകണം ഒരു വാർഡ് മെമ്പർ? ലെറ്റ് us go to the textbook and let us go to the ideology, let us go to the റിലീജിയസ് ലെസൺസ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ പാഠങ്ങളൊക്കെ ഉണ്ട്. ഒരു വല്യമ്മ വിദൂരമായ മക്കയിലെ ഗ്രാമത്തിൽ വിറക് പെറുക്കിയിട്ടൊരു കെട്ടാക്കിയിട്ട് തലയിൽ ഇങ്ങനെ കയറ്റുകയാണ്. സൂര്യനതാ അസ്തമിക്കാൻ പോവുകയാണ്. തൻ്റെ വീട്ടിലേക്ക് പാചകവാതകമില്ലാത്ത ഒരു കാലത്ത് വിറക് ശേഖരിച്ച് കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അടുപ്പിൽ പുകക്കേണ്ടുന്ന വിറകുമായിട്ട് വൃദ്ധയായൊരു വല്യമ്മ തൻ്റെ തലയിലേക്ക് വിറക് കെട്ട് വെക്കുകയാണ്. ഓൺ ദാറ്റ് മൊമെൻറ്റ് പ്രോഫറ്റ് വാസ് ദെയർ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വെല്ലിമാൻ്റെ മുന്നിലുണ്ട്. രഹസ്യ പ്രബോധനത്തിൻ്റെ കാലമാണ്. പ്രവാചകനാണ് എന്ന് ഈ വെല്ലിമാക്കൊന്നും അറിയില്ല. പ്രവാചകൻ ചോദിച്ചു, മെമ്പറെ കേൾക്കണേ, ബ്ലോക്ക് മെമ്പറെ കേൾക്കണേ, ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കേൾക്കണേ, the entire 263 members, you please understand who is a good leader and what is a leadership quality. Let us analyze the prophetic teachings and lessons. വെല്ലിമാൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, വെല്ലിമ്മ ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ചു. തലയിൽ വിറകിൻ്റെ ഭാരം വെക്കാൻ പോയ പ്രവാചകൻ വെല്ലിമാൻ്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഞാൻ സഹായിക്കണം. അപ്പോൾ വെല്ലിമ്മ ഒന്നിങ്ങനെ നോക്കി, മോനെ സഹായിച്ചാൽ നന്നായിരുന്നു. വെല്ലിമ്മ ഈ വിറക് കെട്ട് വെല്ലിമ്മാൻ്റെ തലയിൽ വെക്കേണ്ടതിന് പകരം ഈ പ്രവാചകൻ, ഈ ചെറുപ്പക്കാരൻ തൻ്റെ തലയിൽ വെച്ചു. വെല്ലിമ്മാൻ്റെ കൂടെ ഇങ്ങനെ നടന്നുപോയി. പ്രായമുള്ള ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ ചെറുപ്പക്കാരെ ഉപദേശിക്കും. മോനെ എന്നെ കാണാൻ എന്ത് രസമാണ്, ഇതൊരു ഭംഗിയാണ്, നീ മക്കയിൽ ഈ കറക്ക് കമ്പനിയിലൊന്നും പെട്ടു പോകല്ലേ, നീ നല്ല കുട്ടിയാണ്, നല്ല ആളാണ്. മക്കയിലൊരു കുഴപ്പക്കാരൻ വന്നിട്ടുണ്ട്, ഓൻ്റെ പേരറിയോ എനിക്ക്? അറിയില്ല. മുഹമ്മദ്. ഓൻ കള്ളനാണ്, ഓൻ ദുഷ്ടനാണ്, ഓൻ നമ്മളെല്ലാ ഐഡിയനെയും നമ്മളെ പാരമ്പര്യത്തൊക്കെ ഓൻ തള്ളിപ്പറയാണ്. ഓൻ്റെ പെണിയിൽ ഇജി പെടരുതടാ. പ്രവാചകൻ എല്ലാം കേട്ടു. മൗനിയായി കേട്ട ശേഷം ഈ വല്ലിമാൻ്റെ വീടിൻ്റെ മുറ്റത്ത് എത്തിയപ്പോൾ ഈ വിറക് കെട്ട് തിരിച്ചു കൊടുത്തു. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ ഒറ്റ ചോദ്യം ചോദിച്ചു, വെല്ലിമ്മ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ കള്ളനില്ലേ, ദുഷ്ടനില്ലേ, കുഴപ്പക്കാരനില്ലേ, ആ കുഴപ്പക്കാരൻ മുഹമ്മദ് ഞാനാണെങ്കിലോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പൊന്നുമോനെ, നീയാണ് മുഹമ്മദെങ്കിൽ നീ ദൈവത്തിൻ്റെ ദൂതനാണ്, ഞാൻ ഈ നിമിഷം നിന്റെ അനുയായിയാണ്. നിങ്ങളുടെ തൊട്ട് പരിസരത്തൊക്കെ തൻ്റെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിച്ച് നാട്ടുകാരൊക്കെ ബിരിയാണി വെച്ച് വിളമ്പിയിട്ട് ആഘോഷപൂർവ്വം നടത്തിയ കല്യാണത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച ഈ മോള് തിരിച്ചു വന്നിട്ട് വീട്ടിൽ ഉപ്പനോട് പറയുന്നുണ്ട്, ഉമ്മനോട് പറയുന്നുണ്ട്, ഉമ്മ ഞാനാണ്ട് പോണില്ല, കുഴപ്പമാണ് ആ വീട്ടിൽ, പ്രശ്നം. ആരോട് പറയും? തൻ്റെ പ്രിയപ്പെട്ട മകളുടെ മംഗല്യ പന്തലിൻ്റെ കാലഴിക്കുന്നതിൻ്റെ മുന്നേ മകൾ വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ബാപ്പ, ഒരു രക്ഷിതാവ് നിങ്ങളുടെ പരിസരത്തുണ്ട്. ഏറ്റവും പാവപ്പെട്ടവന് കൈ നീട്ടാം, ഏറ്റവും വലിയ മോലാളി പൈസ ഉണ്ട്. ഇതിൻ്റെ നടുവിലുള്ള ആള് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ 2 കിഡ്നിയും മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് പള്ളി കമ്മിറ്റിക്ക് പോകാൻ പറ്റൂല, പിരിവ് നടത്താൻ പറ്റൂല. ഈ ഭാരവുമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരാളുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ വണ്ടിക്കൂലിക്ക് പോലും കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരു രക്ഷിതാവ് നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്. വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് 263? പിണറായി വിജയന്റെ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് അതാത് സമയത്ത് കൊടുക്കുന്ന ജനകീയ ആസൂത്രണത്തിന്റെ കോഴി നാട്ടിൽ വിതരണം ചെയ്യാൻ ലീഗുകാരാ അന്റെ ആവശ്യമില്ല. ആ പണി ഏറ്റവും നന്നായി കോൺഗ്രസ് ചെയ്യും, BJP ചെയ്യും, മാർക്സിസ്റ്റ് ചെയ്യും. മുസ്ലിം ലീഗിന്റെ മെമ്പറുടെ പണി ചുറ്റുവട്ടത്തെ മനുഷ്യരുടെ കണ്ണുകളിൽ കണ്ണുനീര് അത് തുടച്ചു നീക്കലാണ്. അപ്പോഴാണ് ഒരു നല്ല ലീഡർ ഉണ്ടാവുന്നത്. ലീഡർ എന്ന വാക്കിനെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എ ലീഡർ? ഞാൻ ഇവിടുന്ന് വെറുതെ ഇറങ്ങിയതല്ല. ഒരിക്കലും വാർഡിൽ പ്രസംഗപീഠത്തിൽ നിൽക്കണം. നിങ്ങളൊരു ചടങ്ങിൽ പോകണുണ്ടോ? സദസ്സിൽ നിൽക്കണം, ആണ്ട് പോവരുത്. കാരണം ലീഡറുടെ ഫസ്റ്റ് ലെറ്റർ എസ് അല്ല, എല്ലാണ്. എൽ മീൻസ് യെസ്. പറ, ആരാണ്? ലിസണർ, നോട്ട് സ്പീക്കർ. ലീഡർ പറയണോനാവരുതേ, ലീഡർ കേൾക്കണോനാവണം. സങ്കടങ്ങളെ കേൾക്കുന്നോനാവണം, ദുഃഖങ്ങളെ കേൾക്കുന്നോനാവണം. ആ ഒറ്റപ്പണി നിങ്ങളെടുക്കുക. നിങ്ങളുടെ വാർഡിലെ 400 വീടുകൾ, 300 വീടുകൾ, 850 വോട്ടർമാര്, അവരുടെ വിരലിൽ പുരണ്ട മഷിത്തുള്ളിയിലാണ് നിങ്ങൾ നേതാവായത്, ജേതാവായത്.
നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. A commitment. Your action will make your habit. Your habit will make your character. Your character will make your destiny, your success. എന്താ അങ്ങനെ പറഞ്ഞാൽ? നമ്മുടെ ചിന്ത, നമ്മുടെ ആലോചന ഫിക്കറാവുക. വെറുതെ ഇരുന്ന് വാർഡിനെ പറ്റി ആലോചിച്ച്. ഫസ്റ്റ് യു പ്ലീസ് തിങ്ക്. നിങ്ങളുടെ ചുറ്റുവട്ടത്തെ കുറിച്ച് എന്തൊരു അനുഗ്രഹീതരങ്ങൾ. അൽഹംദുലില്ലാഹ്, ദൈവമേ നിനക്കാണ് സ്തുതി എന്ന് പറയാതെ ഒരാൾക്ക് ഇവിടുന്ന് നീച്ചു പോകാൻ പറ്റുമോ? കാരണം എത്ര ആൾക്കാരാണ് ഈ 3 തവണ ഉള്ളതൊന്ന് എഡിറ്റ് ചെയ്യാനും, ഞാനില്ലെങ്കിൽ പഞ്ചായത്തില്ല, ഞാനില്ലെങ്കിൽ ബോർഡില്ല, ഞാനില്ലെങ്കിൽ വാർഡില്ല, ഞാനില്ലെങ്കിൽ ബ്ലോക്കില്ല, ഞാനില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തില്ല എന്ന തിയറിൻ്റെ മുകളിൽ പാണക്കാട്ട് തങ്ങളുടെ ബുൾഡോസർ നമ്മളോട് പറയാം, യാ അല്ലാഹ് ഞാൻ എത്ര അനുഗ്രഹീതനാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവനാവുക. ബി താങ്ക്ഫുൾ ടു ഗോഡ്, പടച്ചോനോട് നന്ദി പറയാം. ബി താങ്ക്ഫുൾ ടു യുവർ ലോക്കൽ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ പരിസരത്തെ മനുഷ്യന്മാരോട് ഓരോ ദിവസവും അവരോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എങ്ങനെ നന്ദി പറയലേ? നോട്ടീസ് അടിച്ചിട്ടില്ല, ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മളുടെ ഹാബിറ്റ് മാറ്റുക. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് ഒരു മെമ്പർക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റിയാണ്. എന്താണ്? ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്. നേരം വെഗ്ഗി കിടക്കുക, നേരം വെഗ്ഗി ഉണരുക പറ്റില്ല. ഒരു വാർഡിൽ ആ പ്രദേശത്തെ വീടുകളിലെ പ്രഭാതത്തിലെ ആദ്യത്തെ വിളക്കു തെളിയേണ്ടത് മെമ്പറെ നിങ്ങളെ പെരയിലാണ്. ഈ ഹാബിറ്റ് റീബിൽഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ സ്വഭാവത്തെ ഒന്ന് ഇത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് നടക്കൂല. എല്ലാവരും ഒന്ന് കൈ കെട്ടിക്കേ. കൈ കെട്ടു. സാധാരണ നമ്മൾ കൈ കെട്ടണ മതി. ഈ ഞാൻ കെട്ടിയ കൈ ഒന്ന് മാറ്റിക്കെട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ കെട്ടുക. അപ്പോൾ അത് മാറ്റിക്കെട്ടുക എന്ന് പറയുമ്പോൾ എൻ്റെ വലത്തെ കൈ ഇടത്തെ കൈൻ്റെ മുകളിൽ കെട്ടുക. ഒന്ന് കെട്ടിയൊക്കെ. എനി ഡിസ്കംഫർട്ട് യു ഫീൽ? എന്തോ ഒരു കുഴപ്പം ഫീൽ ചെയ്യുന്നുണ്ടാ? എന്താ കാര്യം? നമ്മൾ ഹാബിറ്റിൽ ഉറച്ചു നിന്നതാണ്. ആ ഹാബിറ്റിനെ നമ്മൾ പൊളിക്കണം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നിങ്ങൾ എപ്പോഴെവിടെ വന്ന്? രാവിലെ 8:30 10 മണി അല്ലേ? ഒരേ ഇരിപ്പ. ഒന്ന് നീച്ചോളി. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. പ്രായമുള്ളവരൊന്നും നീക്കണ്ടടാ. ഞാൻ നല്ല സ്ട്രോങ്ങില് ഇനി ഒന്ന് താളത്തിൽ കൈയടിക്കാം. ഞാൻ പറയണ മാതിരി 1 2 1 2 3. യെസ്. ഇനി ഞാനൊരു നമ്പർ പറയേ, 9 എന്ന് പറയും. അപ്പം നിങ്ങൾ 1 2 3 4 5 6 7 8 9 അവിടെ നിർത്തണം. 9:15 ആവരുത്, 8:45 ആവരുത്. യു ഗോട്ട് ദ പോയിന്റ്? അപ്പം നിങ്ങൾ നോക്കി നിന്നാൽ മതിയേ കേട്ടോ. 7 അത് 7:15 ഒരിക്കലൂടെ. 8 1 2 3 4 5 6 7 8. പെണ്ണുങ്ങൾക്ക് പറ്റണില്ല, ആണുങ്ങൾക്ക് പറ്റുമോ നോക്കട്ടെ. നടക്കോ? ആണുങ്ങൾക്കൊരു അവകാശവാദമുണ്ട്, ഞങ്ങൾ ഭയങ്കര ഷാർപ്പാണ്. നമ്മളൊന്ന് ടെസ്റ്റ് അടിക്കേ. നിങ്ങൾ അവിടുന്ന് കൊട്ടിയിട്ട് പൊളിക്കരുത് കേട്ടാ. ഓക്കെ. 10 1 2 3 4 5 6 7 8 9. വാ, ഒന്ന് കൈയടിച്ചു കൊടുക്കി. ഓക്കെ, നമ്മളൊന്നും കൂടി. ലാസ്റ്റ് ചാൻസ്. 10 1 3 4 5 6 7 8 9 10. ഗുഡ്. ഓക്കെ. അപ്പോൾ ബിഗിൻ വിത്ത് എൻഡ് ഇൻ ദ മൈൻഡ്. അടുത്ത 5 കൊല്ലം എല്ലാവരോടും പറയണം, ആരും തഹസീൽദാർ ആവണ്ട,
ആരും വില്ലേജ് ഓഫീസർ ആകണ്ട. ചില പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിനെ തോൽപ്പിക്കണ മട്ടിലുള്ള പഞ്ചായത്തി രാജ് നിയമം പറയും. ചെങ്ങായിയെ, പഞ്ചായത്തി രാജ് നിയമം പറയാൻ നിന്നോടോ പ്രസിഡന്റ് ആയത്? അവിടെ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. ആളെ പറയില്ല. 3 ആളെ വെച്ച് ബൈക്കുമ്മ പോയി. പോലീസ് പിടിച്ച് എന്നെ വിളിച്ച്. ആ മണ്ഡലത്തിൽ നമ്മളൊരു MLA ഉണ്ട്. ഇത് ലൈവാ? ഹലോ, വളരെ ഉഷാർ MLA ആണ്. ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഈ ലൈവ് ഇങ്ങനെ കൊടുക്കണ. അപ്പം ഇപ്പോൾ ഈ കൈയടിച്ചൊക്കെ പോയാ ഇപ്പം നിങ്ങൾ എന്നോട് ആരോ പറഞ്ഞ് ഈ ലൈവ് പോകില്ല ആണല്ലേ? അപ്പം ഞാൻ ഒന്ന് ബലം പിടിച്ച് സംസാരിക്കാം. ഇപ്പം സ്നേഹമുള്ളവരെ, നമ്മുടെ ഷർഫുദ്ദീൻ ട്രെയിനറിൻ്റെ ഇവിടെ ഒന്ന് റിലാക്സായി എന്ന് വിചാരിക്കുന്നു. നല്ല എനർജിയോട് വിട്ടിട്ട് ഇറങ്ങുക. നിങ്ങളെ പണി എന്താണ്? ഒന്ന് ലൈവ് കടകളിലൊക്കെ നല്ല പ്രോജക്റ്റ് ഉണ്ടാവുക, പഞ്ചായത്തിൽ നല്ല പ്രോജക്റ്റ് ഉണ്ടാവുക, സർക്കാരിൻ്റെ ഫണ്ടിനപ്പുറം ക്രൗഡ് ഫണ്ടിങ് മറക്കല്ലേ, ക്രൗഡ് ഫണ്ടിങ്. എയിംസിലൊരു കുട്ടി നിങ്ങളെ നാട്ടിലൊരു എൻട്രൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് ആദ്യം പോകേണ്ടത് SSFും SKSFും ISMും MSSും MESും അല്ല, വാർഡ് മെമ്പർ ചെല്ലണം. 1 ലഡു 5 റുപ്യ, 2 ലഡു ആണെങ്കിൽ 10 റുപ്യ, 5 ലഡു ആണെങ്കിൽ 25 റുപ്യ. എയിംസിലൊരു കുട്ടിക്ക് MBBS കിട്ടിയിട്ട് നിങ്ങളുടെ വാർഡിലൊരു കുട്ടീൻ്റെ വീട്ടിൽ ഒരു ലഡുവായിട്ട് ചെന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലും സ്റ്റാറ്റസിലും അതിട്ടിട്ട് നമ്മുടെ വീട്ടിലെ അബൂബക്കറാക്കാൻ്റെ മോന് ആമിനത്താത്താൻ്റെ മോന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS വാങ്ങിയിട്ടുണ്ട്. ഞാനിന്നോലെ പെരയിൽ പോയി ആമിനത്താത്ത എനിക്ക് ചായ വന്ന് ദോശ കഴിച്ച് ഞാൻ ഈ പൊന്നുമോൻ്റെ കൂടെ ഇരുന്ന് ഞാൻ സംസാരിച്ച് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. 5 കൊല്ലത്തിന് ശേഷം ഈ വാർഡിൽ ഒരു എയിംസിലെ ഡോക്ടർ വരാൻ പോവുകയാണ് എന്ന് നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളും വാർഡ് മെമ്പറുടെ പോസ്റ്റിൻ്റെ താഴെ ഷെയർ, ലൈക്ക്. ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക്, സെൻട്രൽ സർവകലാശാലകളിലേക്ക് നിങ്ങളുടെ വാർഡുകളിൽ നിന്ന് CUT പരീക്ഷ വരാൻ പോവാണ്. ഡിഗ്രിക്കാരനോട് എഴുതാൻ പറയും, +2കാരനോട് എഴുതാൻ പറയും. പഞ്ചായത്ത് രാജിൽ ഈ നിയമമല്ലേ? സെൻട്രൽ അലീഗർ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പഞ്ചായത്ത് രാജിൽ ഫണ്ടില്ല. നിങ്ങളതിന് കാത്തുക്കണ്ട. നിങ്ങളുടെ പരിസരത്തെ +2 കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് പറയും, സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ ടെസ്റ്റ് എഴുതിക്കോ മോനെ എന്ന് പറയും. ഒരു കുട്ടിക്ക് കിട്ടിയാൽ ഞങ്ങളെ വിളിക്ക്, നാഷണൽ IUML വിളിക്കുക, നാഷണൽ യൂത്ത് ലീഗിനെ വിളിക്ക്. കാസർകോട്ടെ സ്റ്റേഷനിൽ നിന്ന് ആ കുട്ടിയെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വണ്ടി കയറ്റുമ്പോൾ, വാർഡ് മെമ്പർ മാലയിട്ട് കയറ്റുമ്പോൾ ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ സ്വീകരിക്കാനുണ്ടാകും. നിങ്ങളൊരു ഫ്ലെക്സ് ബോർഡും വെക്കണ്ട.